Invertible square matrices. Suppose A ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്നിരിക്കട്ടെ, ഓഫ് എനി ഓർഡർ. സപ്പോസ് A ഒരു n by n സ്ക്വയർ മെട്രിക്സ് ആണ് എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡസ് ദർ എക്സിസ്റ്റ് എ മെട്രിക്സ് V such that A into B is equal to I? ബിയും ഒരു n by n മെട്രിക്സ് ആയിരിക്കും, ഒരു n സൈസിൽ ഐഡൻറ്റി മെട്രിക്സ് കിട്ടും. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിനെ ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിന് രണ്ട് പോസിബിലിറ്റീസ് നമുക്ക് വരും. ഒന്നെങ്കിൽ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് എ ഇൻറ്റു ബി ഐഡൻറ്റി മെട്രിക്സ് വരും. അല്ലെങ്കിൽ നമ്മൾ ഏത് മെട്രിക്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഐഡൻറ്റി മെട്രിക്സ് കിട്ടില്ല. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ, അതിൻ്റെ ബിയുടെ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. വെൻ ഡസ് ഇറ്റ് എക്സിസ്റ്റ് ആൻഡ് വെൻ ഡസ് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എപ്പോൾ എക്സിസ്റ്റ് ചെയ്യും, എപ്പോൾ എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്താൽ എ ഇൻറ്റു ബി ഐ വരും. വാട്ട് അബൌട്ട് ബി ഇൻറ്റു എ? ബി ഇൻറ്റു എയും അപ്പോൾ ഐ വരുമോ? ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ഈ സെക്ഷനിൽ ഇപ്പോൾ ആൻസർ ചെയ്യും. ആദ്യത്തേത് എക്സിസ്റ്റൻസ് ഓഫ് ബിയെ കുറിച്ചാണ്. ഇങ്ങനൊരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുമോ നോക്കാം. എയും ഒരു മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഐഡൻറ്റി മെട്രിക്സ് വരും, കിട്ടണം. ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരു റിസൾട്ട് അറിയാം. ഇഫ് യു മൾട്ടിപ്ലൈ എ വിത്ത് അഡ്ജോയിൻ്റ് ഓഫ് എ വി വിൽ ഗെറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ. എനിവേ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഞാൻ ആ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന നമ്പർ കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഐ. ദാറ്റ് ഈസ് എ ഇൻറ്റു, നമ്മൾ പൊതുവേ മെട്രിക്സ് തിയറിയിൽ ഡിവിഷൻ എഴുതില്ല, ഇൻസ്റ്റെഡ് വി റൈറ്റ് 1 by ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. ഡിവിഷനായിട്ട് എഴുതാറില്ല, അതാണ് ഇസ് ഈക്വൽ ടു ഐ. അപ്പോൾ ഇപ്പോൾ നമ്മളൊന്ന് ഒരു കാര്യം ക്ലിയറായി, എ ഈ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഐഡൻറ്റി മെട്രിക്സ് കിട്ടും. അപ്പോൾ ഇതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ബി. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ കിട്ടി, എസ്, എ മെട്രിക്സ് എക്സിസ്റ്റ്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. സപ്പോസ് ഞാൻ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 0 ആയി പോയി കഴിഞ്ഞാൽ, ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് 1/0 നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ബിയുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം: ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ എസ്, there exists a matrix B. If determinant of A equal to 0, then there does not exist a matrix B. Okay, and the determinant of A 0 ആണ് എങ്കിൽ we say that that matrix is singular matrix. Determinant of A not equal to 0 ആണ് എങ്കിൽ നമ്മൾ അതിനെ നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ മെട്രിക്സ് നോൺ സിംഗുലർ മെട്രിക്സ് ആണ് എങ്കിൽ ഒരു ബി എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് എ ബി ഐ വരും. നമ്മുടെ മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആണ് എങ്കിൽ ഒരു ബി എക്സിസ്റ്റ് ചെയ്യില്ല, സച്ച് ദാറ്റ് എ ബി ഐ വരുന്ന രീതിയിൽ ഒരു ബി എക്സിസ്റ്റ് ചെയ്യില്ല. എ ബി ഐ വരുന്ന രീതിയിൽ ഒരു ബി എക്സിസ്റ്റ് ചെയ്താൽ എ ബി ഇസ് ഈക്വൽ ടു ഐ വരും. ആ കേസിൽ ബി എയും ഉറപ്പായിട്ടും ഐ എ വരത്തുള്ളൂ. വൺസ് എ ബി ഐഡൻറ്റി മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ ബി എയും ഐഡൻറ്റി മെട്രിക്സ് വരത്തുള്ളൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എയും ബിയും സ്ക്വയർ മെട്രിസസ് ആണ്. അപ്പോൾ എയും ബിയും ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, സച്ച് ദാറ്റ് ദർ എക്സിസ്റ്റ് എ മെട്രിക്സ് ബി സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ഐ, ദെൻ ഷുവർലി ബി എ വിൽ ബി ഐ. ബി എയും ആ കേസിൽ ഐ തന്നെ വരും. ആൻഡ് ദിസ് ബി ഈസ് കോൾഡ് ദി ഇൻവേഴ്സ് ഓഫ് എ ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ്. ഇപ്പോൾ ബിക്ക് നമ്മൾ പറയുന്ന പേരാണ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ്. അപ്പം എല്ലാ നോൺ സിംഗുലർ മെട്രിക്സുകൾക്കും ഇൻവേഴ്സ് കാണും, സിംഗുലർ മെട്രിക്സുകൾക്ക് ഇൻവേഴ്സ് കാണില്ല. ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ ഇൻവെർട്ടബിൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി ഇൻവെർട്ടബിൾ ഇഫ് ഇറ്റ് ഈസ് നോൺ സിംഗുലർ, ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ആൻഡ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് then that matrix will be exactly equal to 1 by determinant of A into adjoint of A. That is, we can calculate A inverse using the formula 1 by determinant of A into adjoint of A. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് A ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ ആൻസറായി എപ്പോൾ എക്സിസ്റ്റ് ചെയ്യുമെന്നറിയാം. എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് യുണീക്ക് ആയിരിക്കും. ഇൻവേഴ്സ് ഓൾവേസ് യുണീക്ക് ആയിരിക്കും. അത് നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിക്കും. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻവേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ എ ബി ഐ വന്നു കഴിഞ്ഞാൽ ബി എയും ഐ വരും. പക്ഷേ എയും ബിയും സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ടാണ് കേട്ടോ. എയും ബിയും സ്ക്വയർ മെട്രിക്സ് അല്ലായിരുന്നു എങ്കിൽ വി ക്യാൻ ഫൈൻഡ് സം മെട്രിക്സസ്. ഫോർ എക്സാമ്പിൾ എ ഒരു 2/3 മെട്രിക്സ് ആണെന്നിരിക്കട്ടെ. എ ഒരു 2/3 മെട്രിക്സ് ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ 3/2 മെട്രിക്സ് സച്ച് ദാറ്റ് 3/2 matrix B such that AB is equal to ഐഡൻറ്റി മെട്രിക്സ്. ഇപ്പോൾ എ ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എ ഇൻറ്റു ബി ഒരു 2/2 ഐഡൻറ്റിക് മെട്രിക്സ് വരുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മെട്രിക്സുകൾ കൺസ്ട്രക്ട് ചെയ്യാം. ഇതെല്ലാം ഈ സെക്ഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറേ ട്രിക്സ് പറഞ്ഞുതരാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനിത് പറഞ്ഞുതരാം എങ്ങനെ ഈ ഒരു മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കും എ ഇൻറ്റു ബി ഐ വരുന്ന രീതിയിൽ. പക്ഷേ ആ കേസിൽ ബി എ നമുക്ക് ഐ കിട്ടില്ല. ഇൻ ദിസ് കേസ് ബി എ വിൽ നോട്ട് ബി ഐ. അപ്പോൾ എ ബി ഐ വരുമ്പോൾ ബി എ കൂടെ ഐ ആകണമെങ്കിൽ എ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. നമ്മളിവിടെ ആദ്യമേ പറഞ്ഞു ഇൻവെർട്ടിബിൾ മെട്രിക്സുകൾ സ്ക്വയർ മെട്രിക്സിൻ്റെ കൂട്ടത്തിലാണ് പറയുന്നത്. നമ്മുടെ ഡെഫിനിഷനും ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ കേസ് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല. നമുക്കത് ലീവ് ചെയ്യാം. പിന്നീട് ലാസ്റ്റ് സ്ക്വയർ മെട്രിക്സ് അല്ലാത്തവരുടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ അതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് ചിന്തിക്കാം. ഓക്കെ, ഇപ്പം എ എന്ന് പറയുന്ന മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണ് എങ്കിൽ എ ബി ഐ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബി എയും ഐ എ വരത്തുള്ളൂ. ബി എ നമ്മൾ എ ഇൻവേഴ്സ് എന്ന് പറയും. വി ക്യാൻ കാൽക്കുലേറ്റ് എ ഇൻവേഴ്സ് യൂസിങ് ദിസ് ഫോർമുല. ഓക്കെ, പ്രോബ്ലം. കമ്പ്യൂട്ട് ദി ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് 0 1 2 1 2 3 3 1 1. നമുക്ക് ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യമേ നമ്മൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സപ്പോസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ 0 ആണ് എങ്കിൽ പിന്നീട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ മെട്രിക്സ് ഇൻവേർട്ടബിൾ ആകില്ല. ഓക്കെ, എനിവേ ലെറ്റ് us calculate determinant of a. Determinant of a is equal to first 0 into അതിൻ്റെ റോസും കോളംസും കളയുമ്പോൾ റിമൈനിങ് വിൽ ബി 2 3 1 1 മൈനസ് 1 ഇൻറ്റു അതിൻ്റെ റോസും കോളംസും കളയുമ്പോൾ 1 3 3 1 പ്ലസ് 2 ഇൻറ്റു അതിൻ്റെ റോസും കോളംസും കളയുമ്പോൾ 1 2 3 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 0 ആയി പോവും കാരണം 0 ഇൻറ്റു ആയതുകൊണ്ട്. ദിസ് ഈസ് -1 ഇൻറ്റു 1 മൈനസ് 9 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് 6. സോ ദാറ്റ് ഈസ് -1 ഇൻറ്റു 1 മൈനസ് 9 ഇസ് -8 പ്ലസ് 2 ഇൻറ്റു -5. സോ ദിസ് ഈസ് 9 minus 8 minus 10, that is minus 2 not equal to 0 ആണ്. അപ്പോൾ ആ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. നമുക്കിനി ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അഡ്ജോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാനിവിടെ അഡ്ജോയിൻറ്റ് ഷോർട്ട് കട്ട് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us calculate the adjoint of this matrix. 0 1 2 1 2 3 3 1 1. ഫസ്റ്റ് 2 റോസ് റിപ്പീറ്റ് ചെയ്ത് എഴുതുക. 0 1 2 1 2 3. അഗെയിൻ ഫസ്റ്റ് 2 കോളംസ് റിപ്പീറ്റ് ചെയ്യുക. 0 1 3 0 1 1 2 1 1 2. ഇനി ആദ്യത്തെ റോയും ആദ്യത്തെ കോളമും എലിമിനേറ്റ് ചെയ്യുക. ബാക്കിയെല്ലാം ക്രോസ് ചെയ്ത് മെട്രിക്സ് എഴുതുക. സോ 2 minus 3, that is -1. 9 minus 1 8. 1 minus 6 -5. 2 minus 1 1. 0 minus 6 -6. 3 minus 0 3. 3 minus 4 -1. 2 minus 0 2. 0 minus 1 -1. We know that this is cofactor matrix. So ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് adjoint of a കിട്ടും. So we will get adjoint of a is equal to -1 8 -5 1 -6 3 -1 2 -1. So this is adjoint of a. Therefore a inverse will be equal to 1 by determinant of a into adjoint of a. That is equal to 1 by determinant of a is -2 into adjoint of a is -1 1 -1 8 -6 2 -5 3 -1. -1 by 2 കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ബിക്കംസ് 1 by 2 -1 by 2 1 by 2 -4 3 -1 5 by 2 -3 by 2 and 1 by 2. So this is the
inverse of the given matrix. Properties of inverse of a square matrix. First one, every invertible square matrix has unique inverse. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്, ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻവേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. ഇൻവേഴ്സ് ഓൾവേസ് യൂണീക്ക് ആയിരിക്കും. സെക്കൻഡ് വൺ, എയും ബിയും ഇൻവെർട്ടബിൾ മെട്രിക്സ് ആണ് എങ്കിൽ അവരുടെ പ്രോഡക്റ്റും ഇൻവെർട്ടബിൾ മെട്രിക്സ് ആയിരിക്കും. ആൻഡ് മോർ ഓവർ എ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആണ്. കാരണം എയും ബിയും ഇൻവെർട്ടബിൾ മെട്രിക്സ് ആണെങ്കിൽ എയ്ക്കും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, ബിക്കും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എ ബിയുടെ ഇൻവേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബിയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണോ നമുക്ക് ഐഡൻറ്റി കിട്ടുന്നത്, ഐഡൻറ്റി മെട്രിക്സ് കിട്ടുന്നത്, അതാണ് എ ബിയുടെ ഇൻവേഴ്സ്. അപ്പോൾ എ ബിയുടെ കൂടെ നമ്മൾ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഈസ് എ ഇൻറ്റു ബി ഇൻവേഴ്സ് ഐഡൻറ്റി മെട്രിക്സ് ആയിട്ട് മാറും ഇൻറ്റു എ ഇൻവേഴ്സ്. എ ഇൻറ്റു ഐ, ഒരു ഐഡൻറ്റി മെട്രിക്സ് ഏത് മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേ കിട്ടത്തുള്ളൂ. വി ഗെറ്റ് എ ഇൻവേഴ്സ് ആൻഡ് ദാറ്റ് ഈസ് ഐ. അതിനർത്ഥം എ ബിയുടെ കൂടെ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഐഡൻറ്റി മെട്രിക്സ് കിട്ടും. അതിനർത്ഥം എ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. സോ എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സോക്സ് ടു പ്രോപ്പർട്ടി. എ ബി ഇൻവേഴ്സ് എടുക്കുമ്പോൾ അത് ഓർഡർ തിരിഞ്ഞു വരും. Third property says that if A is an invertible square matrix, then A transpose inverse is equal to A inverse transpose. ഇൻവേഴ്സും ട്രാൻസ്പോസും ഇൻ്റർചേഞ്ചബിൾ ആണ്. നമ്മൾ ട്രാൻസ്പോസ് എടുത്തിട്ട് ഇൻവേഴ്സ് എടുത്താലും ഇൻവേഴ്സ് എടുത്തിട്ട് ട്രാൻസ്പോസ് എടുത്താലും ദർ ഇസ് നോ പ്രോബ്ലം. അതേപോലെ തന്നെയാണ് ഫോർത്ത് പ്രോപ്പർട്ടി, പവേഴ്സും ഇൻവേഴ്സും ഇൻ്റർചേഞ്ചബിൾ ആണ്. എ റൈസ് ടു എൻ എടുത്തിട്ട് ഇൻവേഴ്സ് എടുത്താലും എ ഇൻവേഴ്സ് എടുത്തിട്ട് റൈസ് ടു എൻ എടുത്താലും ദർ ഇസ് നോ പ്രോബ്ലം. Next property is A is an invertible square matrix, then A inverse the whole inverse is A. രണ്ട് തവണ നമ്മൾ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എയുടെ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് വിൽ ബി എ. കാരണം എ ഇൻവേഴ്സ് മീൻസ് എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ്. എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇൻവേഴ്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണോ ഐ വരുന്നത് അയാളായിരിക്കും എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ്. എ ഇൻവേഴ്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ കിട്ടും. അതിനർത്ഥം എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ആണ്. നെക്സ്റ്റ് വൺ ഇസ് എ ഇസ് ആൻ ഇൻവെർട്ടബിൾ മെട്രിക്സ്, ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. നോക്കാം നമുക്ക്. വി നോ ദാറ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റി മെട്രിക്സ്. രണ്ട് സൈഡും ഡിറ്റർമിനൻ്റ് എടുത്താൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് ഐഡൻറ്റി മെട്രിക്സ്. ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടി അനുസരിച്ച് ഡിറ്റർമിനൻറ്റ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് ഐഡൻറ്റി മെട്രിക്സ് ഇസ് 1. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. അപ്പോൾ എ ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റെസിപ്രോക്കൽ ഓഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ. നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി ഒരു 3x3 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 3x3 ഡയഗണൽ മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇപ്പം ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു എളുപ്പ വഴിയാണ്. ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സിംപിളി അതിൻ്റെ ഡയഗണൽസിൻ്റെ റെസിപ്രോക്കൽസ് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. സോ ഇഫ് ദ മെട്രിക്സ് ഇസ് A00 0B0 0 0C then its inverse is obtained by replacing the diagonal entries by their reciprocals, that is 1 by A, 1 by B, 1 by C, and all the else entries are 0. ലാസ്റ്റ് വൺ അതൊരു പുതിയ പ്രോപ്പർട്ടി അല്ല, ഒരു 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. വി നോ ദാറ്റ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ. ഇതിൻ്റെ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഉള്ളൂ. 1 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ 2x2 മെട്രിക്സ് ഇസ് AD മൈനസ് BC. സോ AD മൈനസ് BC ഇൻറ്റു അഡ്ജോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി ഒരു ഷോർട്ട് കട്ട് അറിയാം. എയും ഡിയും തിരിച്ചെഴുതുക, DA ഇത് രണ്ടേയും സൈൻ ചേഞ്ച് ചെയ്യുക, മൈനസ് C മൈനസ് B. സോ ദാറ്റ് ഈസ് ഇൻവേഴ്സ്. അതുകൊണ്ട് 2x2 മെട്രിക്സുകൾക്ക് ഇൻവേഴ്സ് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 3x3 മെട്രിക്സുകളാണ് എങ്കിൽ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അഡ്ജോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അഡ്ജോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. അല്ല NCERT പ്രോബ്ലംസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യലും പകരം നമ്മൾ ചെയ്യേണ്ടത് ഓരോ എൻട്രീസിൻ്റെയും കോഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, കോഫാക്ടേഴ്സ് എല്ലാം വെച്ച് കോഫാക്ടർ മെട്രിക്സ് ഒബ്റ്റെയിൻ ചെയ്യുക, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് അഡ്ജോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അഡ്ജോയിൻറ്റിൽ നിന്നും ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അടുത്ത പ്രോബ്ലം,
എ ബി സി 3 നോൺ സിംഗുലർ സ്ക്വയർ മെട്രിസസ് ആണ് ഓഫ് ഓർഡർ 3, എല്ലാം 3x3 മെട്രിക്സ് ആണ്. സാറ്റിസ്ഫൈയിങ് ദ ഇക്വേഷൻ എ സ്ക്വയർ ഈക്വൽ ടു -1, ബി ഈസ് ഈക്വൽ ടു a⁻8 ആൻഡ് സി ഈസ് ഈക്വൽ ടു a സ്ക്വയർഡ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് b മൈനസ് സി. ഓക്കെ, നമുക്കിവിടെ 3 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് a സ്ക്വയർ ഇസ് ഈക്വൽ ടു a ഇൻവേഴ്സ് ആണ്, ബി ഈസ് ഈക്വൽ ടു a⁻8 ആണ് ആൻഡ് സി ഈസ് ഈക്വൽ ടു a സ്ക്വയർഡ് ആണ്. ഇത് ഈ 3 ഇക്വേഷൻസും യൂസ് ചെയ്യുക. നമുക്ക് b മൈനസ് സിയുടെ ഡിറ്റർമിനൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് തിങ് ഇസ് ഗിവൺ ആസ് എ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. എ സ്ക്വയർഡ് എ ഇൻവേഴ്സിന് ഈക്വൽ ആണ് എങ്കിൽ ഞാൻ രണ്ട് സൈഡും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? എ സ്ക്വയർഡ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ. എ സ്ക്വയർഡ് ഇൻറ്റു എ ഈസ് എ ക്യൂബ്. അപ്പോൾ എ ക്യൂബ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈസ് ഐഡൻറ്റി മെട്രിക്സ്. അപ്പോൾ എ ക്യൂബ് ഐഡൻറ്റി മെട്രിക്സ് എന്ന് കിട്ടും. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ ഇസ് ബി ഈസ് ഈക്വൽ ടു a⁻8. a⁻8 ആണ് ഇവിടെ. എ ക്യൂബ് ഐഡൻറ്റി മെട്രിക്സ് ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് a⁻9 ഐഡൻറ്റി മെട്രിക്സ് ആയിരിക്കും. ഇവിടെ a⁻9 ആക്കാനായിട്ട് ഞാൻ രണ്ട് സൈഡും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഇൻറ്റു എ ഇസ് ഈക്വൽ ടു a⁻8 ഇൻറ്റു എ. ദാറ്റ് ഈസ് BA is equal to a⁻9. What is a⁻9? a⁻9 can be written as a cube into a cube into a cube. A cube identity matrix ആയതുകൊണ്ട് this is identity matrix, identity matrix, identity matrix. Identity matrix എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താലും identity matrix കിട്ടത്തുള്ളൂ. So this is equal to y. അപ്പോൾ BA is equal to identity matrix എന്ന് കിട്ടി. അപ്പോൾ BA is equal to identity matrix ആണ് എങ്കിൽ അതിനർത്ഥം എയുടെ ഇൻവേഴ്സ് ആണ് B. So B is nothing but inverse of A. So we can conclude that B is equal to A inverse. ഇനി രണ്ട് സൈഡും ഞാൻ എ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബി എ ക്യൂബ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ക്യൂബ്. ദാറ്റ് ഈസ് ബി ഇൻറ്റു നമുക്ക് എ ക്യൂബ് ഐഡൻറ്റി മെട്രിക്സ് ആണെന്നറിയാം. സോ എ ക്യൂബ് ഇസ് ഐ ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ക്യൂബ് വിൽ ബി എ സ്ക്വയർഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ, ബി തന്നെ വരും, ഐ ഐഡൻറ്റി മെട്രിക്സ് ആയതുകൊണ്ട് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർഡ്. അപ്പോൾ നമുക്ക് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർഡ് എന്ന് കിട്ടും. ഓൾറെഡി ഗിവൺ ദാറ്റ് സി ഈസ് ഓൾസോ എ സ്ക്വയർഡ്. അപ്പോൾ ബിയും എ സ്ക്വയർഡ് ആണ്, സിയും എ സ്ക്വയർഡ് ആണെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആണ്. ബിയും സിയും ഈക്വൽ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ബി മൈനസ് സി? ബി മൈനസ് സി ബിക്കംസ് എ സീറോ മെട്രിക്സ്. ഒരു സീറോ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആണ്. സോ ഡിറ്റർമിനൻ്റ് ഓഫ് ബി മൈനസ് സി ഈസ് ഓൾസോ സീറോ. മെട്രിക്സ് പോളിനോമിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. നമുക്ക് ഒരുപാട് മെട്രിക്സിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സെക്ഷനാണത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്ന് 2x2 മെട്രിക്സിൻ്റെ ഒരു കാര്യം, ദെൻ ഫോർ എ 3x3 മെട്രിക്സ്. ഒരു 2x2 മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം എ സ്ക്വയർഡ് മൈനസ് ട്രൈസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും. എല്ലാ 2x2 മെട്രിക്സുകളും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 1 2 1 3. ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്നിരിക്കട്ടെ. എങ്കിൽ ഈ എ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ കാണും. എന്താണ് എ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ക്വയർഡ് മൈനസ് ട്രൈസ് ഓഫ് എ, എയുടെ ട്രൈസ് ഡയഗണലിൻ്റെ സം ദാറ്റ് ഈസ് 4. സോ 4a പ്ലസ് ഡിറ്റർമിനൻ്റ് എ, ഡിറ്റർമിനൻ്റ് എ ഈസ് 3 minus 2 that is 1. So 1 into I is equal to 0, which means for this matrix a squared minus 4a plus I എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഏത് 2x2 മെട്രിക്സ് എടുത്താലും അത് ഇതുപോലെ ഒരു മെട്രിക്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സ് ഇക്വേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി എ ഒരു 2 ഇത് നമുക്ക് തിരിച്ചും യൂസ് ചെയ്യാം. എ ഒരു 2x2 മെട്രിക്സ് ആണ്. എ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എ സ്ക്വയർഡ് പ്ലസ് 2i മൈനസ് 3i ഇസ് ഈക്വൽ ടു 0. എ ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. എ സ്ക്വയർഡ് മൈനസ് ട്രൈസ് ഓഫ് എ ഇൻറ്റു എ, ഇവിടെ ട്രൈസ് ഓഫ് എക്ക് പകരം മൈനസ് ട്രൈസ് ഓഫ് എക്ക് പകരം ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. സോ ട്രൈസ് ഓഫ് എ വിൽ ബി -2. സോ ട്രൈസ് ഓഫ് എ ഇസ് ഈക്വൽ ടു -2 പ്ലസ് ഡിറ്റർമിനൻ്റ് എക്ക് പകരം -3. സോ എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് -3. അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സിൻ്റെ ട്രൈസ് രണ്ടും
ഡിറ്റർമിനൻറ്റ് -3 ആയിരിക്കും. അപ്പോൾ ഏതൊരു 2x2 മെട്രിക്സ് എടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് ഇക്വേഷൻ കാണും. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ആ മെട്രിക്സിൻ്റെ ട്രൈസും ഡിറ്റർമിനൻറ്റും തിരിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനും പറ്റും. ഇതേപോലെ 3x3 മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനാണ് a³ മൈനസ് ട്രൈസ് ഓഫ് a ഇൻറ്റു a² പ്ലസ് m11 m22 പ്ലസ് m33 ഇൻറ്റു a മൈനസ് ഡിറ്റർമിനൻറ്റ് a ഇൻറ്റു i ഈക്വൽ ടു 0. ഈ m11 m22 m33 അതിൻ്റെ പ്രിൻസിപ്പൽ മൈനസ് ആണ്. ഓക്കെ, നമുക്കൊരു 3x3 മെട്രിക്സ് എടുക്കാം. a ഈസ് ഈക്വൽ ടു 1 2 1 1 1 2 2 1 1. ഓക്കെ, എങ്കിൽ a സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ വാട്ട് ഇസ് ട്രൈസ് ഓഫ് a? ട്രൈസ് ഓഫ് a ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ ദാറ്റ് ഈസ് 3. ഇനി m11 പ്ലസ് m22 പ്ലസ് m33 is equal to m11 ഇതിൻ്റെ പ്രിൻസിപ്പൽ 1 പൊസിഷൻ്റെ പ്രിൻസിപ്പൽ മൈനർ, അതിൻ്റെ റോസും കോളംസും കളയുമ്പോൾ റിമൈനിങ് വിൽ ബി 1 2 1 1 പ്ലസ് m22 ഇതാണ് 2 2 പൊസിഷൻ, അതിൻ്റെ റോസും കോളംസും കളഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് എൻട്രീസ് വിൽ ബി 1 1 2 1 1 1 2 1 പ്ലസ് m33 പൊസിഷൻ, അതിൻ്റെ റോസും കോളംസും കളഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് വിൽ ബി 1 2 1 1 ദറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 പ്ലസ് 1 minus 2 plus 1 minus 2 that is minus 1 plus minus 1 plus minus 1 that is minus 3. പ്രിൻസിപ്പൽ മൈനസിൻ്റെ സം -3. ഇനി നമുക്ക് എയുടെ ഡിറ്റർമിനൻറ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ അലോങ് ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു എൻ്റെ റോസും കോളംസും കളഞ്ഞാൽ 1 2 1 1 മൈനസ് 2 ഇൻറ്റു എൻ്റെ റോസും കോളംസും കളഞ്ഞാൽ 1 2 2 1 പ്ലസ് 1 ഇൻറ്റു എൻ്റെ റോസും കോളംസും കളഞ്ഞാൽ 1 1 2 1. So that is equal to 1 into 1 minus 2 minus 2 into 1 minus 4 plus 1 into 1 minus 2. That is equal to 1 into minus 1 minus 1 minus 2 into minus 3 plus 6 1 into minus 1 minus 1. So answer is 4. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 4 ആണ്. അതുകൊണ്ട് a സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ a³ മൈനസ് ട്രൈസ് ഓഫ് എ, ഇവിടെ ട്രൈസ് ഓഫ് എ 3 ആണ്. സോ 3a² പ്ലസ് സം ഓഫ് പ്രിൻസിപ്പൽ മൈനസ് -3 ആണ്. സോ -3a പ്ലസ് ഡിറ്റർമിനൻ്റ് 4 i ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് a³ മൈനസ് 3a² പ്ലസ് 3a പ്ലസ് 4i ഈസ് ഈക്വൽ ടു 0. -3a. ഓക്കെ, അപ്പോൾ ഇതാണ് a സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏത് 2x2 മെട്രിക്സ് എടുത്താലും ഏത് 3x3 മെട്രിക്സ് എടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് ഇക്വേഷൻ കാണും. ആ ഇക്വേഷൻ നമുക്കിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി ഈ മെട്രിക്സ് ഇക്വേഷൻ കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്? സപ്പോസ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് A is a matrix such that a² is equal to -i. a² equal to -i എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് A. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പോവാം. അപ്പോൾ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ആ മെട്രിക്സ് വെച്ചിട്ട് ഏത് ഓപ്ഷൻസാണ് കറക്റ്റ് ഏതാണ് റോങ് എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ കൺസ്ട്രക്ഷനുകൾക്ക് ഈ ഇക്വേഷൻ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എനിക്ക് a² ഈക്വൽ ടു -i വരുന്ന മെട്രിക്സ്, അല്ലെങ്കിൽ a² ഈക്വൽ ടു a വരുന്ന മെട്രിക്സ്, അല്ലെങ്കിൽ a² a+i വരുന്ന മെട്രിക്സ്, അങ്ങനത്തെ ഏതൊരു മെട്രിക്സും കൺസ്ട്രക്ട് ചെയ്യാൻ വരും. അപ്പോൾ ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നതെല്ലാം 2x2 മെട്രിക്സുകളാണ്. ഓക്കെ, നമുക്കിത് നോക്കാം. a² ഈക്വൽ ടു -i വരുന്ന ഒരു മെട്രിക്സ് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ a² ഈക്വൽ ടു -i വരുന്ന മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ദാറ്റ് ബിക്കംസ് a² പ്ലസ് i ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മളുടെ മെട്രിക്സ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. 2x2 സൈസിലുള്ള മെട്രിക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് a² മൈനസ് ട്രൈസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു i ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷനുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രൈസ് ഓഫ് എ 0 ആകണം, കാരണം എയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്ന മെട്രിക്സിൻ്റെ ട്രൈസ് 0 ആക്കേണ്ടിയിരിക്കുന്നു. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് എ ഐയുടെ കോഎഫിഷ്യൻ്റ് ആണ്, അതിവിടെ 1 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ 1 ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് 2x2 മെട്രിക്സ് എടുത്താലും a² പ്ലസ് i 0 തന്നെ ആയിരിക്കും, a² മൈനസ് iക്ക് ഈക്വൽ ആയിരിക്കും. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം.
എ ഈസ് ഈക്വൽ ടു എനിക്ക് ട്രേസ് 0 ആയിരിക്കണം. ട്രേസ് 0 ആകാനായിട്ട് ഞാൻ പ്രിൻസിപ്പൽ ഡയഗണലിൽ 1ഉം -1ഉം കൊടുക്കാം. അപ്പോൾ ട്രേസ് വിൽ ബി 0. ഇനി ഡിറ്റർമിനൻറ്റ് 1 ആകണം. ഡിറ്റർമിനൻറ്റ് 1 ആകണമെങ്കിൽ എ ഡി മൈനസ് ബി സി ആണ്. ഇവിടെ എ ഡി എടുക്കുമ്പോൾ -1 ആണ്. സോ ഇതിൻ്റെ പ്രോഡക്റ്റ് ഒരു +2 ആയാൽ മതി. അപ്പോൾ +2 വരാനായിട്ട് ഇവിടെ ഒരു -1ഉം 2ഉം കൊടുക്കുക. അപ്പോൾ എ ഡി മൈനസ് ബി സി എടുക്കുമ്പോൾ എ ഡി -1 വരും, -2 അത് +2 ആയിട്ട് മാറും. സോ ദാറ്റ് ബിക്കംസ് 1. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ട്രേസ് 0യും ഡിറ്റർമിനൻറ്റ് 1ഉം ആണ്. അപ്പോൾ ട്രേസ് 0യും ഡിറ്റർമിനൻറ്റ് 1ഉം വരുന്ന 2x2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ മെട്രിക്സിന് A² നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു I. ഇതേപോലെ എനിക്ക് A² ഈക്വൽ ടു എ വരുന്ന മെട്രിക്സ്, A² ഈക്വൽ ടു -a വരുന്ന മെട്രിക്സ്, A² ഈക്വൽസ് ടു A+i വരുന്ന മെട്രിക്സ്, എങ്ങനെ ഈ കണ്ടീഷനിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സ് വേണമെങ്കിലും ഈ ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി അടുത്ത പ്രത്യേകത എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. മെട്രിക്സ് ഇക്വേഷനുകൾ യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതായത് ഇപ്പം ഏതൊരു 2x2 മെട്രിക്സ് എടുത്താലും എനിക്ക് എ ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ഐ, എയുടെയും ഐയുടെയും ടേമിൽ എ ഇൻവേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഫോർ 2x2 മെട്രിസസ്. ഓക്കെ, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ എനിക്കൊരു 2x2 മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ഐ കാൽക്കുലേറ്റ് ചെയ്യണം. എന്തായാലും നമ്മുടെ 2x2 മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ കാണുമല്ലോ. ആൻഡ് ദാറ്റ് വിൽ ബി A² മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഐ ഈക്വൽ ടു 0. ഇതാണ് എൻ്റെ 2x2 മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ. ഇനി എനിക്ക് തന്നിരിക്കുന്ന 2x2 മെട്രിക്സിൻ്റെ ട്രേസും ഡിറ്റർമിനൻറ്റ് നോക്കും. സപ്പോസ് ട്രേസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ട്രേസ് ഒരു 2ഉം ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 1ഉം ആണ് വന്നതെന്നിരിക്കട്ടെ. എങ്കിൽ ആ വാല്യൂസ് എനിക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. ദാറ്റ് വിൽ ബി A² മൈനസ് 2a പ്ലസ് 1i ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയാൽ മതി. ഇവിടെ ഡിറ്റർമിനൻറ്റ് 1 ആയതുകൊണ്ട് ഇൻവേഴ്സ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എ ഇൻവേഴ്സ് കൊണ്ട് ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻവേഴ്സ് കൊണ്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A² ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് 2a ഇൻറ്റു എ ഇൻവേഴ്സ് പ്ലസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 0. ദെർഫോർ A² ഇൻറ്റു എ ഇൻവേഴ്സ് എ ആയിട്ട് മാറും, മൈനസ് 2a എ ഇൻവേഴ്സ് 2i ആയിട്ട് മാറും, പ്ലസ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എ ഇൻവേഴ്സ് വിൽ ബി ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 2i ആകും, ഇത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -a ആകും. സോ ഫോർ ദിസ് മെട്രിക്സ് എ ഇൻവേഴ്സ് വിൽ ബി 2i - a. അപ്പോൾ ഇതുപോലെ എനിക്ക് എ ഇൻവേഴ്സിനെ എയുടെയും ഐയുടെയും ടേമിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ദിസ് ഇസ് ഫോർ 2x2 മെട്രിക്സ്. ഇനി 3x3 മെട്രിക്സ് ആകുമ്പോൾ അവിടെ വരുന്ന ഇക്വേഷൻ A³ കാണും. A³ ഒരു 3rd ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ A³ A² ആയിട്ട് മാറും, നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് പോകും. അപ്പോൾ എ ഇൻവേഴ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ കാൽക്കുലേറ്റ് എ ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് A², എ ആൻഡ് ഐ. ഇത് മൂന്നിൻ്റെയും കോമ്പിനേഷനായിട്ട് എനിക്ക് എ ഇൻവേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും 3x3 മെട്രിക്സിൻ്റെ കേസിൽ. 4x4 ആകുമ്പോൾ എ ഇൻവേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് A³ A², എ ആൻഡ് ഐ. ഓൾറെഡി നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്, എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എങ്കിൽ എയുടെ ഇൻവേഴ്സ് മീൻസ് എ ഏത് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ ഐ വരുന്നത്, എ ബി മാത്രം ഐ വന്നാൽ പോരാ, ബി എയും ഐ തന്നെ വരണം. എങ്കിൽ ബി എ നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയും. ഇത് സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിലാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു, എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എങ്കിൽ സപ്പോസ് ഇഫ് ദർ എക്സിസ്റ്റ് എ മെട്രിക്സ് ബി സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ഐ, ദെൻ ക്ലിയർലി ബി എ വിൽ ബി ഐ. എ ബി ഐ ആണ് എങ്കിൽ ബി എയും ഐ തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും സ്ക്വയർ മെട്രിക്സുകളുടെ കേസിൽ. നോൺ സ്ക്വയർ മെട്രിക്സുകളുടെ കേസിൽ എ ഒരു നോൺ സ്ക്വയർ മെട്രിക്സ് ആണ് എങ്കിൽ നമ്മൾ ആദ്യമേ എടുക്കേണ്ട നോൺ സ്ക്വയർ മെട്രിക്സുകളെല്ലാം എ ബിയും ബി എയും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോൺ സ്ക്വയർ മെട്രിക്സ് വേണം എടുക്കാൻ. ഫോർ എക്സാമ്പിൾ എ ഒരു 2x3 മെട്രിക്സും ബി ഒരു 3x2 മെട്രിക്സുമാണ് എങ്കിൽ എനിക്ക് എ ബി കാൽക്കുലേറ്റ് ചെയ്യാം. എ ബി ഒരു 2x2 മെട്രിക്സ് വരും. ബി എയും കാൽക്കുലേറ്റ് ചെയ്യാം. ബി എ ഒരു 3x3 മെട്രിക്സും വരും. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ കേസിൽ എ ബി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 2x2 മെട്രിക്സ് കിട്ടും.
ക്യാൻ ഇറ്റ് ബി ഐഡൻറ്റിറ്റി മെട്രിക്സ്? എ ബി ഐഡൻറ്റിറ്റി മെട്രിക്സ് വരാൻ പറ്റുമോ? അതേപോലെ ബി എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 3/3 മെട്രിക്സ് വരും, അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കുമോ? ഇനി ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതായത് എ ബി ഐ വന്നു കഴിഞ്ഞാൽ ആ കേസിൽ ബി എയും ഐ വരുമോ? അങ്ങനെ എന്തെങ്കിലും കണക്ഷൻസ് ഇവിടെ ഉണ്ടോ? ഈ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എനിവേ ഇവിടെ m/n n/m ഈ ഓർഡറിൽ വരുന്ന മെട്രിക്സുകൾ മാത്രമേ നമുക്ക് എ ബിയും ബി എയും ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ എയുടെ ഓർഡർ m/nഉം ബിയുടെ ഓർഡർ n/mഉമാണ് എങ്കിൽ എ ബിയുടെ ഓർഡർ m/mഉം ബി എയുടെ ഓർഡർ n/nഉമായിരിക്കും. ഓക്കെ, എങ്കിൽ എ ബി ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകുമോ അതോ ബി എ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമ്മിലും എന്നിലും ഏതാണ് ചെറുതെന്ന് നോക്കുക. എൻ ആണ് ചെറുത് എങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ബിക്കമിങ് ബി എ ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. എം ആണ് സ്മോളർ എങ്കിൽ ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഏതാണോ ചെറുത് അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകാനുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ. വലുത് ഒരു കാരണവശാലും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകില്ല. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. എ ഒരു 2/2 മെട്രിക്സും ബി ഒരു 3/2 മെട്രിക്സുമാണ് എങ്കിൽ എ ബി ഒരു 2/2 മെട്രിക്സ് ആണ്. എ ബിക്ക് വേണമെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് വരാം. ദിസ് ഈസ് പോസിബിൾ. പക്ഷേ ഈ കേസിൽ ഒരു കാരണവശാലും ബി എ ഐഡൻറ്റിറ്റി മെട്രിക്സ് വരില്ല. ആൻഡ് ദിസ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ എ ബി ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ കൊണ്ട് എത്തിച്ചാലും അങ്ങനത്തെ എക്സാമ്പിളുകളുണ്ട്. എ ബി ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകുന്ന എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു 1 0 1 0 1 1 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 1 0 0 1 0 0. ഈ കേസിൽ ഞാൻ എ ബി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം വിൽ ബി 1, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം വിൽ ബി 0, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം വിൽ ബി 0, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം വിൽ ബി 1 ആൻഡ് ഐ വിൽ ഗെറ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. പക്ഷേ ബി എ ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടില്ല. കാരണം ചെറിയ സൈസിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് മാത്രമേ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് പറയാം എ ബി ക്യാൻ ബി ഐഡൻറ്റിറ്റി മെട്രിക്സ് ബട്ട് ബി എ കനോട്ട് ബി ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതുകൊണ്ട് തന്നെ നോൺ സ്ക്വയർ മെട്രിക്സുകൾക്ക് നമുക്ക് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എ ബി ഐഡൻറ്റിറ്റി മെട്രിക്സ് വന്നാൽ ബി എ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകണമെന്നില്ല. ഇതിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ഐഡൻറ്റിറ്റി മെട്രിക്സ് വരത്തുള്ളൂ. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണോ ചെറിയ സൈസിൽ വരുന്ന സ്ക്വയർ മെട്രിക്സ് അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓൾവേസ് ഐഡൻറ്റിറ്റി എന്നല്ല, ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ബിക്കമിങ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ആൻഡ് ലാർജ് സൈസിലുള്ള മെട്രിക്സുകൾ ഒരു കാരണവശാലും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകില്ല. ഓക്കെ, പ്രോബ്ലം A is equal to 3 1 2 1. Find the value of mod A plus mod B such that A squared plus AA plus BI equal to 0 and hence find the value of A inverse. ഇപ്പം എ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി എ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഏതൊരു 2/2 മെട്രിക്സ് എടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എ സ്ക്വയർഡ് മൈനസ് ട്രൈസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഐ ഈക്വൽ ടു 0. ഇവിടെ ട്രൈസ് ഓഫ് എ 4 ആണ്. സോ എ സ്ക്വയർഡ് മൈനസ് 4a പ്ലസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് 3 മൈനസ് 2 ദാറ്റ് ഈസ് 1. സോ 1 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈക്വൽ ടു 0. ഇത് ഓൾറെഡി തന്നിരിക്കുന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക, നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. അത് കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് സ്മോൾ എ ഈസ് -4 ആൻഡ് വാല്യൂ ഓഫ് ബി ഈസ് 1. ദെയർഫോർ മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി equal to modulus of -4 plus modulus of 1, that is 4 plus 1 5 ആണ് അതിൻ്റെ വാല്യൂ. ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനാണ് എ സ്ക്വയർഡ് മൈനസ് 4a പ്ലസ് ഐ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്ക് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു എ കുറയും, ഇത് എ ആയിട്ട് മാറും. -4 എ ഇൻറ്റു എ ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകും പ്ലസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ആയിട്ട് മാറും ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എ ഇൻവേഴ്സ് വിൽ ബി റൈറ്റ് സൈഡിൽ വരുമ്പോൾ 4i മൈനസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഐ ഈസ് 1001 മൈനസ് എ മെട്രിക്സ് എ ഈസ്
3 1 2 1. So that is equal to 4 0 0 4 minus 3 1 2 1. So that is equal to 4 minus 3 1, 0 minus 1 minus 1, 0 minus 2 minus 2, 4 minus 1 3. So this is A inverse. Problem A is equal to 3 minus 4 1 minus 1. Using mathematical induction, prove that A raised to n is equal to 1 plus 2n minus 4n n 1 minus 2n. ഓക്കെ, അപ്പോൾ നമുക്കിത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്നിനെ റിലേറ്റ് ചെയ്യുന്ന എൻ നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പറിനെ റിലേറ്റ് ചെയ്യുന്ന ഏതൊരു സ്റ്റേറ്റ്മെൻറ്റിനെയും നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻസിൻ്റെ സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, നമ്മൾ n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, assume the statement is true for n is equal to k, and third one is prove that the statement is true for n equal to k plus 1. ഓക്കെ, നമുക്ക് ചെയ്യാം. ആദ്യമേ ആ a ഈക്വൽ ടു 1 നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് ഇവിടെ n പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ n പകരം 1 കൊടുക്കുമ്പോൾ a raised to 1 will be 1 plus 2 into 1 is 2 minus 4 into 1 1 1 minus 2 into 1. So that is equal to 3 minus 4 1 minus 1. Already a value അതാണ്. So statement is true for 1. ഇനി assume statement is true for n equal to k. n equal to k means a raised to k is equal to 1 plus 2k minus 4k k 1 minus 2k. ഇതാണ് നമ്മുടെ അസംഷൻ. ഇനി k പ്ലസ് 1 ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ k പ്ലസ് 1 ഈ സ്റ്റേറ്റ്മെൻറ്റ് a raised to k plus 1 is equal to kക്ക് പകരം k plus 1 റീപ്ലേസ് ചെയ്യുക. അപ്പോൾ 1 plus 2 into k plus 1, here k plus 1 minus 4 into k plus 1, here 1 minus 2 into k plus 1. So that is equal to matrix 1 plus 2k plus 2 minus 4k minus 4 k plus 1 1 minus 2k minus 2, and that is equal to matrix 2k plus 3 minus 4k minus 4k minus 4 minus 4k minus 4 k plus 1 minus 1 minus 2k. Okay, so this is a raised to k plus 1. a raised to k plus 1 ഇതിന് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഡയറക്റ്റ്ലി a raised to k plus 1 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. Now a raised to k plus 1 can be written as a raised to k into a. A value of a raised to k is by assumption. A value of a raised to k is this one, 1 plus 2k minus 4k k 1 minus 2k into a. A is 3 minus 4 1 minus 1. So that is equal to first row into first column ചെയ്യുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 plus 6k minus 4k. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ minus 4 minus 8k plus 4k. Second row into first column becomes 3k plus 1 minus 2k. Second row into second column is minus 4k minus 1 plus 2k. So that is equal to, this is 6k minus 4k is 2k, so 2k plus 3. This is minus 4k minus 4 minus 4k minus 4. This is k plus 1, and it is minus 2k minus 1 minus 2k. So that is nothing but our RHS. Therefore our statement k plus 1 true ആണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും അത് ട്രൂ ആണ്. A is an involuntary matrix given by A is equal to 0 1 minus 1 4 minus 3 4 3 minus 3 4. Then find the inverse of a by 2. a by 2 ഇൻവേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ഈ പ്രോബ്ലത്തിന് നമുക്ക് കാൽക്കുലേഷൻ്റെ ആവശ്യമൊന്നുമില്ല. എ ഈസ് ആൻ ഇൻവോളണ്ടറി മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി നോ ദാറ്റ് എ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഐ. ഓക്കെ, എ സ്ക്വയർ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. വി നീഡ് ടു ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് എ ബൈ ടു. അപ്പോൾ എ ബൈ ടുയുടെ ഇൻവേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എ ബൈ ടുയുടെ ഇൻവേഴ്സ് മീൻസ് എ ബൈ ടുവിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണോ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നത് അയാളാണ് എ ബൈ ടുയുടെ ഇൻവേഴ്സ്. നമുക്ക് ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനും എളുപ്പമാണ്. എ ബൈ ടുയുടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ 2 ഒഴിവായി കിട്ടണം. അതുകൊണ്ട് ഇവിടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് 2 വേണം. നമുക്ക് 2a ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് 2a മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് എ ബൈ 2 ഇൻറ്റു 2a that is equal to 2 cancel ആയി പോവും and we get a squared and we know that a squared is equal to I. അതുകൊണ്ട് a by 2ൻ്റെ കൂടെ 2a മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നത് കൊണ്ട് a by 2യുടെ ഇൻവേഴ്സ് 2a ആയിരിക്കും. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് 2a. Here the problem. Matrix A is such that a squared equals to 2a minus I. അപ്പോൾ a squared is equal to 2a minus I ആണെന്ന് തന്നിട്ടുണ്ട്. where I is the identity matrix. Then we need to find a raised to n. നമുക്ക് a സ്ക്വയർ അറിയാമെങ്കിൽ എയുടെ ഏത് പവർ വേണമെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1/1 ഹയർ പവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജനറലൈസ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നമുക്ക് ആദ്യമേ a ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യാം. a ക്യൂബ് വിൽ ബി a സ്ക്വയർഡ് ഇൻറ്റു a. നമുക്ക് ഓൾറെഡി a സ്ക്വയർഡിൻ്റെ വാല്യൂ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ a സ്ക്വയർഡ് ഇസ് 2a മൈനസ് I into a, that is equal to 2a squared minus a. Again a squared value to കൊടുക്കുക. a squared is 2a minus I. So 2 into 2a minus I minus a, and that is equal to 4a minus 2i minus a. 4a minus a is 3a, so that is 3a minus 2i. അപ്പോൾ നമുക്ക് a ക്യൂബ് കിട്ടി. a ക്യൂബ് is 3a minus 2i. Again നമുക്കിനി a raised to 4 കാൽക്കുലേറ്റ് ചെയ്യാം. a raised to 4 is a ക്യൂബ് ഇൻറ്റു a. a ക്യൂബിന് ഓൾറെഡി നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 3a മൈനസ് 2i ഇൻറ്റു a, ദാറ്റ് ഈസ് ഈക്വൽ ടു 3a സ്ക്വയർഡ് മൈനസ് 2a ഇൻറ്റു i is a itself. Again a squared value substitute here further. a squared is 2a minus I. So 3 into 2a minus I minus 2a. So that is equal to 6a minus 3i minus 2a. So that will be 4a minus 3i. So this is a raised to 4. അപ്പോൾ നമുക്ക് a സ്ക്വയർഡ് വാല്യൂ അറിയാം, a ക്യൂബിൻ്റെ വാല്യൂ അറിയാം, a raised to 4ൻ്റെ വാല്യൂ അറിയാം. സോ വി ക്യാൻ ജനറലൈസ് ദിസ്. a സ്ക്വയർ is 2a minus I, a ക്യൂബ് is 3a minus 2i, a raised to 4 is 4a minus 3i. അപ്പോൾ a raised to 5 will be 5a minus 4i, and in general a raised to n will be, here it will be na minus, here it will be n minus 1, n minus 1 I. So this is a raised to n. So correct option is option A. ഇത് കുറച്ച് വർക്കൗട്ട് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എടുത്തതിന് ശേഷം അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സെക്കൻഡ് വൺ എ തന്നിട്ടുണ്ട്. എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എനിവേ എ ഇൻവേഴ്സ് ഇൻറ്റു എ ബിക്കംസ് I. അപ്പോൾ ആ പാർട്ട് പോയിട്ട് റിമൈനിങ് വിൽ ബി എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ. വി നോ ദാറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഏത് ഓപ്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. Next one is A is a square matrix which is non-singular satisfying the equation x squared minus x plus 2 equal to 0, then A inverse is equal to. ആദ്യമേ നമ്മൾ ഇതിനെ മെട്രിക്സ് ഇക്വേഷനിലോട്ട് മാറ്റണം. അപ്പോൾ ഒരു മെട്രിക്സ് ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ് വേരിയബിൾ എക്സിന് പകരം നമുക്ക് ആ മെട്രിക്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർഡ് ബിക്കംസ് എ സ്ക്വയർഡ് ആൻഡ് എക്സ് ബിക്കംസ് എ. പക്ഷേ ഇവിടെ ഒരു 2ൻ്റെ ഒരു ടേം ഉണ്ട്. അതിനെന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെ 2 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് എഴുതണം. കാരണം നമുക്ക് 2 മാത്രമായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, മെട്രിക്സിനോട് ഒരു നമ്പർ ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇക്വേഷനുകളെ മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് ടേമുകൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഐ ആയിട്ട് മാറും. സോ ദിസ് ഇസ് എ സ്ക്വയർഡ് മൈനസ് എ പ്ലസ് 2i ഇസ് ഈക്വൽ ടു 0. ഇതിന് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഓൾറെഡി എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഇതിനെ മൊത്തത്തിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് എ ആകും മൈനസ് ഐ ആകും പ്ലസ് 2 എ ഇൻവേഴ്സ് ഈക്വൽ ടു 0. ഇതിരുന്ന് എ ഇൻവേഴ്സിൻ്റെ എക്സ്പ്രഷൻ ഏതാണെന്ന്
കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. Fourth one, if x is equal to, then the value of x raised to n. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ആർബിട്രറി ആയിട്ടൊരു മെട്രിക്സ് തന്നിട്ട് നമുക്ക് എക്സ് റൈസ് ടു എൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബെറ്റർ വേ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഓപ്ഷനുകളിനകത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആകുന്നുണ്ടോ എന്ന്. ആരെങ്കിലും ഒക്കെ തെറ്റായി പോയി കഴിഞ്ഞാൽ ആ ഓപ്ഷനുകൾ എലിമിനേറ്റ് ചെയ്ത് കളയുക. ഇപ്പോൾ 2 പേര് ശരിയായി, ഇപ്പം എന്നിന് 2 എടുത്തപ്പോൾ ഇത് രണ്ടും ശരിയാണ് എങ്കിൽ നമ്മൾ എക്സ് ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. എന്തായാലും അതിനകത്ത് ഒരെണ്ണം മാത്രമേ ശരിയാകത്തുള്ളൂ. ഇത് 3 തെറ്റാണെങ്കിൽ ആൻസർ വിൽ ബി നൺ ഓഫ് ദീസ്. ഈ കേസിൽ എളുപ്പമാണ്, നമ്മൾ എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 3 കോയിൻസൈഡ് ചെയ്യത്തില്ല.